ഈശോയുടെ തിരുരക്തത്തിന് ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. തിരുരക്തം വാഴ്ത്തപ്പെടട്ടെ. ജൂലൈ 8 തിരുരക്ത അഭിഷേക ചിന്ത. വിശുദ്ധ മത്തായി 11:6. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ക്രിസ്തുവിന്റെ കുരിശുയാത്രയുടെ ആരംഭത്തിൽ പതറിപ്പോയ ശിഷ്യന്മാരാണ് യൂദാസും പത്രോസും. എന്നാൽ വീണ്ടും കരുണയുള്ള ക്രിസ്തുവിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ സാധിച്ചതും, മനം നൊന്ത് കരയാൻ കഴിഞ്ഞതും, മടങ്ങി വരാൻ കൃപ ലഭിച്ചതും പത്രോസ് ശ്ലീഹായ്ക്ക് മാത്രം. ക്രിസ്തുവിലേക്ക് നോക്കാൻ സാധിക്കാതെ പോയ യൂദാസിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. നാം എപ്പോഴെങ്കിലും ക്രിസ്തുവിൽ ഇടറിപ്പോയിട്ടുണ്ടോ? പതറിപ്പോയിട്ടുണ്ടോ? പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ, രോഗങ്ങൾ പിടിപെട്ടപ്പോൾ, മാറാത്ത വേദനകൾ ഉണ്ടായപ്പോൾ എപ്പോഴെങ്കിലും ക്രിസ്തുവിൽ നാം ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുരക്തം ചിന്തിയ ക്രൂശിതനിലേക്ക് നോക്കി ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കരുണയുടെ മിഴികളാൽ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ തിരുരക്തം നമ്മെ രക്ഷിക്കട്ടെ.